ചികിത്സയിൽ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടായ ഒരു സംഭവം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഈ എണ്ണവണ്ണപ്പാറ താഷ്കന്റെ അബ്വാജി ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാവാം. ഖാദർ മൊയ്തീൻ മരിച്ചിട്ടില്ലല്ലോ, ഇവിടെ ഉണ്ടാവാം ഈ എണ്ണവണ്ണപ്പാറ അബ്വാജി താഷ്കന്റിന്. ഏതായാലും അബ്ദുവാജി എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി 1.5 ലക്ഷം രൂപ കെട്ടി വെച്ചിട്ട് മെഡിക്കൽ കോളേജിൽ ബ്ലോക്കിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഡേറ്റ് ഉറപ്പിച്ചു. തൂക്കിക്കൊല്ലാൻ വിധിച്ചവരെ പോലെയാണ് ഈ ഓപ്പറേഷൻ വിധിച്ച ആളുകൾ. പിന്നെ അവർക്ക് വിഷമം ഒരു അന്തമുണ്ടാവില്ല. നേരെ പണക്കാട്ട് പോയി തങ്ങൾ നേരെ ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. അത് സുഖമായിക്കോളും, വിഷമിക്കണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞു വന്നു. ഓപ്പറേഷൻ ചെയ്യേണ്ട അന്ന് ടെസ്റ്റ് ചെയ്ത് ഓപ്പറേഷന് അഡ്മിറ്റ് ആവാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമില്ല. ഖാദർ മൊയ്തീൻ ബേജാറായിരുന്നു. എൻ്റെ പറ്റിയത് നിങ്ങൾ ഇതിനിടയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് എന്ത് മരുന്നേ കുടിച്ചത്? അപ്പോൾ പറഞ്ഞു ഒരു മരുന്നും കുടിച്ചില്ല, എൻ്റെ നേതാവിൻ്റെ ഒരു മരുന്ന് കുടിച്ചു എന്ന് പറഞ്ഞു. അത്രേ. എന്താ നിങ്ങളെ നേതാവ്? എൻ്റെ നേതാവ് പാണക്കാട്ട് വെള്ളം കുറച്ച് ഊരി തന്നു, അതാണ് കുടിച്ചു, പിന്നെ എനിക്കൊന്നും ഉണ്ടായില്ല, എൻ്റെ നേതാവിൻ്റെ മരുന്ന്. അപ്പോൾ ഖാദർ മൊയ്തീൻ പറഞ്ഞു, ഇതാണ് ഞങ്ങളടുത്ത് വരുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ടത്, ഇത് ചെയ്തിട്ട് ചെയ്യുകയാണ് വേണ്ടത്. എല്ലാവരും ഞങ്ങളടുത്തേക്കാണ് പാഞ്ഞു വരും, ഇതിന് മനുഷ്യന് വിശ്വാസമല്ല, ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഈ ഖാദർ മൊയ്തീൻ മരിച്ചിട്ടില്ല, ഈ അബ്ദുവാജി താഷ്കൻ്റെ അബ്ദുവാജി മരിച്ചിട്ടില്ല, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ അടവണ പറയാ. അങ്ങനെ എത്ര സംഭവമാണ് എന്ന് പറഞ്ഞാലും. രാമന്താളിയിലെ അച്ചിക്ക എന്ന് വിളിക്കുന്ന UK അസീദിന് മഞ്ഞപ്പിത്തം ബാധിച്ചു. കരളിന് ബാധിച്ചതിനാൽ പയ്യന്നൂരിലെ പ്രശസ്ത ആശുപത്രിയിൽ വീട്ടിലേക്ക് മടക്കി. മരിക്കുന്ന ഉറപ്പായി. രാമന്താളിയിൽ സന്ദർശനത്തിലെത്തിയ ശാപുരങ്ങൾ ഒരു പൗരപ്രമുഖൻ്റെ വീട്ടിൽ, മമ്മുവ സാഹിബിൻ്റെ വീട്ടിൽ വിശ്രമിക്കുന്നു. ചിലർ അസീസിനെ കുട്ടി അവിടെ തങ്ങളെടുത്ത് പോയി. ഡോക്ടർ കയ്യൊഴിഞ്ഞു, ഇനി പിന്നെ ചികിത്സ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേഗം തങ്ങളൊരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചൂതി നന്നാക്കി ഭക്ഷണം കഴിക്കാനും പറഞ്ഞു. ഒരു പ്രശ്നമില്ല. ഇത് പത്രങ്ങൾ പിന്നീട് വാർത്തയാക്കി. നെഞ്ചിൽ മൃദുവായി തലോടി കുടിക്കാൻ വെള്ളം കൊടുത്തു. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എല്ലാം അള്ളാഹുവിലാണെന്ന് പറഞ്ഞു. തങ്ങൾ എഴുന്നേറ്റു. 2 ആഴ്ച കിടക്കേ നിന്ന് കിടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രോഗം മാറി. ഒന്നുമില്ല. എന്തിന്? മണ്ണാർക്കാടുള്ള ഉബൈദ് ചെങ്ങലേരി എന്ന നമ്മളൊരു ചെറുപ്പക്കാരൻ, ഉബൈദ് ചെങ്ങലേരി, RCCന്ന് മടക്കി 85% ക്യാൻസർ തിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. തങ്ങളടുത്ത് പോയി പറഞ്ഞു. തങ്ങൾ വേഗം പറഞ്ഞു, ഒരു ഉംറ കൊൽക്കോളൂ. ഉംറ കഴിഞ്ഞ് മടങ്ങി വന്നു. എന്നിട്ട് റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്ന് എനിക്ക് വിളിച്ചു. ഉസ്താദ് എപ്പോൾ ഒന്നും കൂടി പരിശോധിച്ചു, ഒരു സോക്കടുമില്ല, ഒന്നുമില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് എന്ത് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്തിന്? ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഷറഫ് അലി പറയുന്നത് കൂടി കേൾക്കാം, അതും കൂടി കേൾക്കാം. ഷറഫ് അലി പത്രക്കാർക്ക് കൊടുത്ത അഭിമുഖം കേട്ടോളൂ. കേരള പോലീസ് ടീം കറാമത്തിൻ്റെ ടീമാണ് പോലെ കേരള പോലീസ് കേട്ടോളൂ. കേരള പോലീസ് ടീം രൂപീകരിച്ചതിൻ്റെ ആദ്യ നാളുകൾ ഷറഫ് അലി പത്രക്കാർക്ക് കൊടുത്ത അഭിമുഖമാണ് ഈ പറയുന്നത്. കേരള പോലീസ് ടീമിൻ്റെ ക്യാപ്റ്റനായ ഷറഫ് അലി കേരള ചരിത്രം കണ്ട ഇതിഹാസത്തിൻ്റെ പുരുഷനായ പെലയോട് ഒരു കേരളത്തിൻ്റെ പെല എന്ന് പറയാവുന്ന ഒരാളാണല്ലോ ഷറഫ് അലി. ഷറഫ് അലി പറഞ്ഞ വാക്കുകൾ. കേരള പോലീസ് ടീം രൂപീകരിച്ചതിൻ്റെ ആദ്യ നാളുകൾ. ആദ്യത്തെ 3 സീസണുകളും ടീം ദയനീയമായി പരാജയപ്പെട്ടു. ഈ സീസണിലും ടീമിൻ്റെ പ്രകടനം മോശമായാൽ കേരള പോലീസ് ടീം പിരിച്ചുവിടുമെന്നായിരുന്നു തീരുമാനം. നായകനായ എനിക്ക് ഒരാശയം തോന്നി. ടീമിനെയും കൂട്ടുകൊണ്ട് പാണക്കാട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ടീം അംഗങ്ങൾ കൂടി നേരെ പാണക്കാട്ട് പോയി തങ്ങളോട് പറഞ്ഞു. തങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായി പോയിക്കോളൂ, കപ്പും കൊണ്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞു. പിന്നീട് കണ്ടത് ആ അക്വറ്റം കപ്പ് വാങ്ങി പിന്നെ ജൈത്രയാത്ര നടത്തി. കേരള ചരിത്രത്തിൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങിയ ഒരു ടീമാണ് കറാമത്തിൻ്റെ ടീമാണ്. ഇന്നെന്താ വേണ്ടത്? മിനൽ മുഅ്മിനീന റിജാലുൻ. അത് 28 പല്ലുണ്ടായിട്ട് നമ്മളോട് പറഞ്ഞാൽ നടക്കൂല, അത് നടക്കൂല. കണ്ണിൽ ഒരാളുടെ കണ്ണ് കേടായപ്പോൾ പിന്നെ മുഹമ്മദ് നബി ചികിത്സിച്ചു ഉമിനീര് തേച്ചിട്ട്. അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അടുത്ത് അവൻ്റെ ഒരു അനുയായിയെ കൊണ്ടുവന്നു, കാഴ്ചയില്ലാത്ത ഒരാളെ, ഒരു കണ്ണ് പൊട്ടിപ്പോയി, ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞു. എന്താ മുഹമ്മദ് ചെയ്തെന്ന് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഇതുപോലത്തെ ഒരാൾക്ക് ഇങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിനെങ്ങനെ ഉമിനീര് തേച്ചിരുന്നു. അപ്പോൾ വേഗം മുസൈലിമത്തുൽ കദ്ദാബ് തൻ്റെ ഉമിനീരെടുത്തിട്ട് കണ്ണിലൊന്ന് തേച്ച് കൊടുത്തു, മറ്റേ കണ്ണും പൊട്ടി. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ്. ആൺകുട്ടികളാണ്. ഈ കുടുംബത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് നിന്നൂടെ?
ഈ കുടുംബത്തിൻ്റെ കൂടെ നമുക്ക് നിന്നൂടെ? ഈ കുടുംബം നമ്മളെ കൊണ്ടുപോകാൻ മാത്രം പ്രാപ്തരല്ലേ? ഒന്ന് ഉറക്കട് പറയും, ഈ കുടുംബം നമ്മളെ കൊണ്ടുപോകാൻ പ്രാപ്തരല്ലേ? ഈ കുടുംബത്തെ പോലെ നമ്മളെ കൊണ്ടുപോകാൻ പ്രാപ്തരായ വേറൊരു കുടുംബത്തെ അറിയോ? ഈ കുടുംബത്തിനൊപ്പം പോകാൻ സന്നദ്ധരല്ലേ? എങ്കിൽ അള്ളാന്റെ വിജയം. ആര് കപ്പലിൽ കയറിയാലും വിജയിക്കും. ആര് കയറിയാലും വിജയിക്കും. വഴിക്കടവന്ന് 3-4 മരം കൂട്ടിക്കെട്ടുക, തെരപ്പെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ എന്താ പറയാ? 3-4 മരം കൂട്ടിക്കെട്ടുക വഴിക്കടവന്ന്, എന്നിട്ട് ചാലിയാർ പുഴയ്ക്ക് തള്ളിയിടുക, എന്നിട്ട് അതിൻ്റെ മേലെ തെരപ്പൻ്റെ മേലെ കയറിയിരിക്കുക, എന്നിട്ട് തുണി അഴിച്ചിട്ട് തലയെ കെട്ടുക, എന്നിട്ട് വീട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഏലില്ല മാലില്ല എന്ന് ഇങ്ങനെ പാട്ട് പാടിയിട്ട് നേരെ കല്ലായി പുഴയിൽ കൊണ്ടേ കൊടുത്ത് കൂലി വാങ്ങിപ്പോകുന്ന ആളായിരുന്നു പത്തായക്കുടൻ സീതി. ആ സീതി കേരള ചീഫ് വിപ്പായി മരിച്ചു. എന്തുകൊണ്ട്? ഈ കുടുംബത്തിൻ്റെ കപ്പലിൽ കയറി എന്നാണ് കാരണം. അല്ലാതെ എന്താ? ഇന്ത്യ നയനാരി ക്വാളിഫിക്കേഷൻ LP ആണെന്ന് പറയും, ലോകപരിചയം അങ്ങനെ പറയാം. ചിലപ്പോൾ പറയും ഞാനും നയനാരും ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയതിൽ പിന്നെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് എന്ന് പറയും. സീതിയാജിയുടെ ഒറിജിനൽ പെല്ലിതാ, കുറേ പലത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ പെല്ല്, ഒറിജിനൽ. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഇവിടേക്ക് വരേണ്ടവർക്കൊക്കെ വരാം, പക്ഷേ അതിനേക്കാൾ ഫضل നമുക്കുണ്ട്. നമ്മൾ ഇവിടുന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. പോയവർക്ക് വരാം, വന്നാൽ അവർക്ക് ഫضل ഉണ്ടാവും. വന്ന് വരിക എന്നുള്ളതും ഒരു ഫضലാണ്, വരുന്നവരെ തടയണ്ട. പക്ഷേ പോകാത്തവർക്കാണ് ഏറ്റവും വലിയ ഫضل. നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു നമുക്കൊരു ഫضل തന്നു. ചില ആളുകൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മടങ്ങേണ്ടി വരികയാണ്. മടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മോശമുണ്ട്, അവർ പോയി എന്നുള്ളതാണ് കാരണം. എന്നാൽ പോയിട്ടില്ല എന്നുള്ളത് നമ്മളെ പ്രത്യേകത. നമ്മൾ ഇവിടുന്ന് പോയിട്ടില്ല, നമ്മൾ പോവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒന്നുമില്ല. വഴിക്കടവുകാർ പഴമക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളിയുടെ ഇറക്കിൽ ചായ്പിൽ കഞ്ഞി വെച്ച് പാർക്കും കൊതുകിൻ്റെ കടിയും കെട്ടിട്ട് സീതിയാജി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വയസ്സന്മാർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടതാ. വയസ്സനെ നേരിട്ട് പറഞ്ഞു. അന്ന് വഴിക്കടവിൽ കാളിയായ എലക്കര ബീരാൻകുട്ടി മുസ്ലിയാർ എന്നോട് നേരിട്ട് പറഞ്ഞതാ. നമ്മുടെ പള്ളിയുടെ ചായ്പിൽ വന്നിട്ട് കഞ്ഞി വെച്ച് കൂടും സീതി. അന്ന് പത്തായക്കുടൻ സീതിയാ. പിന്നെ കേരള ചീഫ് വിപ്പ, മന്ത്രിമാർക്ക് വിപ്പ് കൊടുക്കുന്ന ചീഫ് വിപ്പായിട്ടാണ് മരിച്ചത്. സുൽത്താനുസ്സലാത്തീനായിട്ടാണ് മരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഏത് കേംബ്രിഡ്ജിൽ പോയിട്ട് സീതിയാജി പഠിച്ചു, ഒരു കേംബ്രിഡ്ജിലും പോയിട്ടില്ല. ആ കപ്പലിൽ കയറിയവർ മുഴുവനും വിജയിക്കും. ആ കപ്പലിൽ കയറാത്തവർ മുഴുവനും നശിച്ചു പോകും. ആ കപ്പൽ കയറിയില്ല മകൻ, ആ മകൻ നശിച്ചു. ഞാൻ ഈ ഹദീസ് ഇങ്ങനെ ആലോചിച്ച് നോക്കി. എന്റെ റസൂലുള്ളാഹി അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെ എന്ന് പറഞ്ഞു. കപ്പൽ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം കപ്പൽ എന്ന് പറഞ്ഞാലും അതൊരു വലിയ ആശയം. കപ്പൽ, വിശാലമായ സാഗരത്തിൽ കപ്പൽ കിട്ടിയാലും വലിയ കാര്യമല്ലേ. പിന്നെ എന്തിനാ നൂഹ് നബിയുടെ കപ്പൽ എന്ന് പറഞ്ഞു? അതെന്താ അങ്ങനെ പറഞ്ഞു? എൻ്റെ അഹ്ലു ബൈത്ത് കപ്പൽ പോലെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു റസൂലുള്ളാഹിക്ക്? മറുപടി കിട്ടി. എൻ്റെ അങ്ങനെ പറഞ്ഞു, കപ്പലാണെങ്കിലും മുങ്ങും, കപ്പൽ മുങ്ങാം. നൂഹ് നബിയുടെ കപ്പൽ ഒരിക്കലും മുങ്ങിയിട്ടില്ല, മുങ്ങുകയില്ല. അഹ്ലു ബൈത്ത് വെറും കപ്പലല്ല, മുങ്ങാത്ത കപ്പലാണ്. കപ്പലാണല്ല, മുങ്ങാത്ത കപ്പലാണ്. മൻ റകിബ ഫീഹാ നജാ വമൻ ലം യർകബ് ഹലക്. അശദ്ദുകും അഹ്ബതുകും അലാ സിറാത്തി അശദ്ദുകും ഹുബ്ബൻ ലി അഹ്ലി ബൈത്തി. എൻ്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവർ ഒരിക്കലും പേടിക്കണ്ട, അവർക്ക് സിറാത്ത് വിട്ട് കിടക്കാവുന്നതാണ്. ചെയ്യട്ടെ. ഒന്നും അല്ലാത്തവർ ഈ കപ്പലിൽ കയറിയപ്പോൾ എല്ലാമായവർ ഈ കപ്പലിൽ നിന്നിറങ്ങിയപ്പോൾ ഒന്നുമല്ലാതെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എല്ലാമായ പലരും ഉണ്ടായിരുന്നു, ഈ കപ്പലിൽ നിന്നിറങ്ങിയപ്പോൾ ഒന്നുമല്ലാതായിട്ടുണ്ട്. എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമല്ലാത്തവർ ഈ കപ്പലിൽ കയറിയപ്പോൾ എല്ലാമായിരുന്നവർ ഈ കപ്പലിൽ നിറങ്ങിയപ്പോൾ ഒന്നുമല്ലാതായി. എന്തുകൊണ്ട്? ഇറങ്ങിയ